ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വളാപ്പം റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിന്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും എല്ലാം എടുക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന നിലയിലാണ് വെക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറുത്ത ജീരകം. ഇതില്ലെങ്കിൽ എള്ള് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിർബന്ധമായിട്ടും ഇതിൽ ചേർക്കണം, എന്നാലേ നമ്മുടെ വളാപ്പം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ കൈ മുക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. എല്ലാ ഭാഗവും ഒരേ വണ്ണം വരുന്ന വിധത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ 2 അറ്റം നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കാം. ഇതൊരു വള രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ നല്ല വള രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഉരുട്ടി വളാപ്പം തയ്യാറാക്കാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഇനി ഇതിലേക്ക് ഓരോ വളാപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട ഉടനെ മറിച്ചിട്ട് കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇട്ട ഉടനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും. തീ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇട്ട ഉടനെ കളർ ചേഞ്ച് ആയിട്ട് വരും, അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതപ്പോൾ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേണ്ടി വരും ലോ ഫ്ലെയിമിലിട്ടത് ഫ്രൈ ചെയ്യുമ്പോൾ. ഇപ്പോൾ അത് വളാപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഞാൻ വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ലത് ക്രിസ്പി ആയി വരികയുള്ളൂ, ഓയിലൊന്നും ഒട്ടും കുടിക്കുകയില്ല. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഞാൻ നല്ല കട്ടൻ ചായയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. ഈ വളാപ്പം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.